ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനെ വൈജയന്തി കമലനെ ഫോൺ ചെയ്യാൻ കേട്ടോ. അപ്പോൾ കമല അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എന്തായി വിശേഷങ്ങളൊക്കെ അവിടുത്തെ എന്ന് ചോദിക്കുകയാണ്. ബാലേന്ദ്രൻ്റെ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ ഇപ്പോൾ വലിയ ആളായി മാറിയില്ല. ബാലേന്ദ്രൻ ഇപ്പോൾ മുകളിലേക്ക് താമസം മാറ്റി. മുകളിലേക്കോ? അതെന്താ? താഴെ സമാധാനമില്ല, മുകളിലാണ് സമാധാനം കിട്ടുന്നത്. അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ കുറച്ച് നാൾ അവിടെ നിൽക്കട്ടെ എന്ന് പറയാം കേട്ടോ. കമലടുത്ത് എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനെ ഇട്ട് കൊടുത്താൽ ശരിയാവോ? ഈ വീട്ടിലെ എല്ലാതും അലീനയാണ്. ഇവിടുത്തെ വീട്ടുകാരി. ഈ വീട് ഇപ്പോൾ അവളെ കയ്യിലാണ് എടുത്തി എന്ന് പറയാൻ കേട്ടോ. അതെങ്ങനെ അവളെ കയ്യിലാവണ്? അവൾ അവിടുത്തെ ജോലിക്കാരിയല്ലേ? അപ്പോൾ പറയുന്നുണ്ട്, അതെ, ബാലേന്ദ്രന് അവളാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അവൾക്ക് ഇപ്പോൾ പ്രൊമോഷൻ നൽകിയിട്ടുണ്ട്. ജോലികളൊന്നും ചെയ്യണ്ട. അവൾക്ക് ബാലേന്ദ്രൻ്റെ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊന്നും നോക്കാൻ പാടില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ അമ്മ എന്ത് പറയുന്നു? അമ്മ അവളുടെ ഭാഗമല്ലേ നിൽക്കുന്നത്. അമ്മ എപ്പോഴും അവളെ കൂട്ടാണ്. അമ്മയ്ക്ക് അവളെ എല്ലാം ചെയ്തു കൊടുക്കും. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് അമ്മ അവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നതെന്ന് കമല പറയാണ് കേട്ടോ. അമ്മയെ അത് ഞാൻ നിർത്തി കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇപ്പം സുഖം കൂടി, അതുകൊണ്ട് ഞാൻ കുറച്ച് സുഖം കുറയ്ക്കാൻ പോകുന്നു. അതെങ്ങനെ എന്ന് ചോദിക്കാൻ കേട്ടോ കമല. ഞാൻ അമ്മനെ കൊല്ലപ്പള്ളി കൊണ്ട് വിടാൻ പോണ്. അടുത്ത ചെക്കപ്പിന് വരാറായിട്ടുണ്ട്. ബെൽറ്റ് അടിച്ച് മാറ്റും, പിന്നെ അവിടേക്ക് വന്നോട്ടെ എന്ന് പറയട്ടോ. അപ്പോഴേക്കും കമല ഞെട്ടിപ്പോട്ടു. ഇവിടേക്കോ എന്ന് ചോദിക്കാൻ കേട്ടോ. അവിടേക്ക് തന്നെ. എന്താ അവിടേക്ക് കൊണ്ടുവരണ്ടേ എന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല, അത് പിന്നെ അതെ, എന്തായാലും അവിടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ ഇവിടെ നിർത്തണ്ടല്ലോ. അമ്മനെ നോക്കാനുള്ള രീതിയിലാണല്ലോ അവളിവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ബാലേന്ദ്രൻ്റെ കാര്യങ്ങൾ ആരും നോക്കും എന്ന് ചോദിക്കേണ്ടത് കമല. ബാലേന്ദ്രൻ്റെ കാര്യം ഞാൻ നോക്കും, ഞാൻ ബാലേന്ദ്രൻ്റെ ഭാര്യയില്ലേ എന്ന് പറയുകയാണെ. പക്ഷെ അത് ബാലേന്ദ്രൻ ഇഷ്ടപ്പെടില്ലല്ലോ. അതെന്തിനും ഞാൻ നോക്കുന്നത് എന്ന് പറയും. അപ്പോൾ കമലയ്ക്കാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അമ്മേനെയും കൂടി കൊണ്ടുവരുന്നത് ആകെ പേടിയോ. അതെ, നീ നല്ലോണം ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതിയിട്ടാ എന്ന് കമല പറയുകയാണെ. പിന്നെ കാണിക്കുന്നത് ഗോവർദ്ധൻ വരികയാണ് വീട്ടിലേക്ക് ബാലേന്ദ്രനെ കാണാനായിട്ട്. അപ്പോൾ അലീന ചെല്ലുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗോവർദ്ധനാണ് ബാലേന്ദ്രനെ കാണാൻ വന്നതെന്നിട്ട് പറയട്ടോ. അപ്പോൾ പറയും, ഞാൻ മുകളിൽ പോയിട്ട് അനുവാദം ചോദിച്ചിട്ട് വരാം. ഞാൻ ബ്രദറിലോണാണ് ബാലേന്ദ്രൻ്റെ എന്ന് പറയട്ടോ. ആരായാലും ചോദിച്ചിട്ട് അനുവാദം മേടിച്ചതിന് ശേഷം മാത്രം അങ്ങോട്ട് വിടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം മക്കൾക്ക് പോലും അവിടേക്ക് കയറി ചെല്ലാൻ അനുവാദമില്ല. ചോദിച്ചതിന് ശേഷം മാത്രം കയറി ചെല്ലാൻ പാടുള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ ഗോവർദ്ധൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കട്ടോ. അപ്പോൾ അലീനയാണെന്നുണ്ടെങ്കിലും മുകളിലേക്ക് കയറി പോകുകയാണ് അനുവാദം ചോദിക്കാൻ. അപ്പോഴേക്കും വൈജയന്തി വരികയാണ് കേട്ടോ. ഗോവർദ്ധ, നീ ബാലേന്ദ്രനെ കാണാൻ വന്നാണോ? എന്നിട്ട് എന്താ ഇവിടെ നിൽക്കുന്നത്? അല്ല, അനുവാദം ചോദിക്കണമെന്ന് പറഞ്ഞ് മുകളിൽ കയറി. അതാണ് ഇവിടുത്തെ പുതിയ ഭരണ നിയമം. എന്താ ചേച്ചി ഇതൊക്കെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഗോവർദ്ധൻ അറിയാഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇപ്പം എല്ലാ കാര്യങ്ങളും അവളാണ് നോക്കുന്നത്. അലീന മോളിൽ ചെന്ന് അനുവാദം ചോദിച്ച് ശേഷം ഇവിടേക്ക് വന്ന് അവൾ പറയണം. അവൾ പറഞ്ഞാൽ മാത്രമേ അങ്ങോട്ട് കയറ്റി വിടുള്ളൂ. അതൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങൾ. അതെന്താ അങ്ങനെ ചേച്ചി? അത് ഗോവർദ്ധൻ ചോദിച്ചു നോക്ക്. ബാലേട്ടൻ എന്തിനാ മോളിലേക്ക് താമസം മാറ്റിയത്? അതെനിക്കറിയില്ല. നീ എന്തായാലും കയറി ചെല്ല്. നീ അനുവാദത്തിനൊന്നും കാത്തു നിൽക്കണ്ട. നീ കാര്യമായിട്ട് ബാലേട്ടനോടൊന്ന് സംസാരിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ വൈജയന്തി ഇവിടെ താഴെ നിൽക്കുകയാണേ. പിന്നെ അലീന വന്നിട്ട് ഇങ്ങനെ ഗോവർദ്ധൻ വന്ന കാര്യം പറയുമ്പോൾ കയറി വരാൻ പറയും. അപ്പോഴേക്കും ഗോവർദ്ധൻ കയറി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അലീന പറയും, ചെല്ലാൻ പറഞ്ഞു എന്ന് പറയും. അങ്ങനെ ഗോവർദ്ധൻ അവിടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അലീന ഇങ്ങനെ പോകും കേട്ടോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ വീണ്ടും വിളിക്കുകയാണ്. അലീനെ വിളിക്കുമ്പോൾ എന്തോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി ചെല്ലുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇത് ആളെ മനസ്സിലായില്ലേ, ഗോവർദ്ധൻ എൻ്റെ പെങ്ങളുടെ ഭർത്താവാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന പറയും, എനിക്കറിയാം എന്ന് പറയുകയാണേ. അപ്പോൾ ബാലേന്ദ്രൻ അലീനെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. ഗോവർദ്ധൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണ്ടേ അലീനെ? ചായയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കണം. അപ്പോൾ അലീന പറയും, ജ്യൂസ് എടുക്കാം എന്ന് പറയാം കേട്ടോ. ശരി, എന്നാൽ 2 ജ്യൂസ് എടുത്തോ, എനിക്കും കൂടി ആയിക്കോട്ടെ എന്ന് പറയും കേട്ടോ. ശരി, ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അലീന അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗോവർദ്ധൻ ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് ഫയലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വന്നതിൻ്റെ ഉദ്ദേശം ചോദിക്കുമ്പോൾ, അതെ, ഞാൻ കുറച്ച് ഫയലുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന്. ബാലേട്ടൻ എന്താ എങ്ങനെ ബാലേട്ടൻ എന്തിനാ മുകളിലേക്ക് താമസം മാറ്റിയത്? എനിക്ക് കുറച്ച് സമാധാനം വേണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയത്. അല്ല, ചേച്ചിക്ക് നല്ല വിഷമമുണ്ട്. ചേച്ചിയുടെ വിഷമമൊക്കെ ഞാനെന്തിനാണ് എടുക്കുന്നത്? എൻ്റെ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. ഞാനല്ലേ ഹാർട്ട് പേഷ്യൻറ്റ്, എനിക്കല്ലേ സ്വസ്ഥതയും സമാധാനം വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറിയതെന്ന് പറഞ്ഞിട്ട് ആ ഫയലൊക്കെ വാങ്ങിച്ച് നോക്കുകയാണ്. അപ്പോഴേക്കും അലീന ജ്യൂസ് കൊണ്ടുവരും കേട്ടോ. അങ്ങനെ ജ്യൂസ് കുടിച്ചിട്ട് ഗോവർദ്ധൻ പറയും, നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അവൾ അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ബാലേന്ദ്രൻ ഇങ്ങനെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതെ, ഇവൾക്ക് ഞാനൊരു പ്രൊമോഷൻ കൊടുത്തു. പ്രൊമോഷനോ എന്ന് ചോദിക്കാം. ഇവളെ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറയും കേട്ടോ. ഇത് എന്ന് ചോദിക്കും കേട്ടോ ഗോവർദ്ധൻ. അപ്പോൾ അല്ല, എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയും കേട്ടോ. അല്ല, അങ്ങനൊരു പോസ്റ്റൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. ഇരിക്കട്ടെടോ ഒരു ഗമയ്ക്ക്.
ഇപ്പം എനിക്കും ഈ ആയില്ലേ ഒരു സെക്രട്ടറി, അപ്പോൾ എനിക്കും കുറച്ചൊരു ഗമ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അലീനെ നോക്കുകയാണ് കേട്ടോ ചിരിച്ചുകൊണ്ട്. അലീനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ. അപ്പോൾ ഗോവർദ്ധൻ പറയാണ് ഇത് ചേച്ചീനോട് എന്ന് പറയട്ടോ. അപ്പം നീ ഒരു കാര്യം ഇറങ്ങിപ്പോകുമ്പോൾ ചേച്ചിനോട് പറഞ്ഞിരിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോഴേ അവൾ നിന്നോട് കാര്യങ്ങളൊക്കെ തിരക്കും. കാര്യങ്ങൾ എന്തായാലും നിന്നെ തിരക്കി അവൾ അവിടെ താഴത്ത് നിൽക്കുന്നുണ്ടാവും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്താൽ മതി, അലീന എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞേക്കിട്ടാ. അപ്പോൾ അവൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നിൽക്കും. ആലോചിച്ച് നിൽക്കുന്നതിനുള്ളിൽ നിനക്ക് നിൻ്റെ വീട്ടിലെത്താം എന്ന് പറയട്ടോ. അപ്പോൾ ഗോവർദ്ധൻ ചിരിക്കുകയാണ് കേട്ടോ. ഗോവർദ്ധൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഒരു പ്രൈവറ്റ് സെക്രട്ടറി, എന്തായാലും ബാലേട്ടന് ഒരുക്കിയിട്ടൊരു ഗമ അല്ലേ എന്ന് പറയട്ടോ. അതെ, എന്തിനാ ഗമയിൽ കുറയ്ക്കണത്, അതിനൊന്നും ആവശ്യമില്ല എന്ന് അറിയണം കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് അലീനയും ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോവർദ്ധൻ പറയാൻ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇനി അടുത്ത എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന താഴത്തേക്ക് ഇറങ്ങി പോരുന്നുണ്ടേ. അപ്പോൾ വൈജയന്തി ആണെന്നിട്ട് അലീനെ രൂക്ഷമായിട്ട് തന്നെ നോക്കുകയാണ് കേട്ടോ. ഒന്നും മിണ്ടാതെ അലീനെ പോവുകയും ചെയ്യും. അപ്പോൾ തന്നെ താഴത്തേക്ക് ഗോവർദ്ധൻ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ എന്തായി ഗോവർദ്ധ, കാര്യങ്ങളൊക്കെ ചോദിച്ചോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഞാൻ കുറച്ച് ഫയലൊക്കെ ഒപ്പിടിക്കാൻ വന്നതാണ്. അല്ല, ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചോ, എന്തിനാണ് അലീനയെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതെന്ന്, മുകളിലേക്ക് താമസം മാറ്റിയതും അത് സാറിന് എന്തായാലും കുറച്ച് സമാധാനം വേണമെന്ന് പറഞ്ഞു, അതിന് വേണ്ടിയിട്ടാണ് മുകളിലേക്ക് എന്താ താഴത്ത് കിട്ടൂലേ സമാധാനം എന്ന് ചോദിക്കാൻ കേട്ടോ. അതൊന്നും എനിക്കറിയില്ല ചേച്ചി. അപ്പോൾ അവളവിടെ ഇവിടെ തന്നെ നിർത്താൻ വേണ്ടിയിട്ടാണോ തയ്യാറെടുത്തിരിക്കുന്നത്, അവളെ പറഞ്ഞയക്കാനാണ് ഞാൻ പോകുന്നതെന്ന് പറയട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അതെ, അലീനനെ ബാലേട്ടൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. എന്നതാ നോക്കിട്ടോ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അതെന്ത് പോസ്റ്റാന്ന് ചോദിക്കട്ടെ. അതൊന്നും എനിക്കറിയില്ല, ബാലേട്ടൻ എന്നോട് പറഞ്ഞതാന്ന് പറയട്ടോ. അങ്ങനെ വേഗം തന്നെ ഗോവർദ്ധൻ അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ വൈജയന്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും പിടികിട്ടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പ്രൈവറ്റ് സെക്രട്ടറിയോ, അതെന്തിനാ അങ്ങനെ ഒരു സ്ഥാനം അവൾക്ക് കൊടുത്തിരിക്കുന്നത്, അതെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോഴേക്കും അവിടേക്ക് ബബിത വരികയാണ് കേട്ടോ. നമ്മളെ അലീന അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബബി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ, എന്താ കാര്യം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയും അവൾക്ക് പ്രൊമോഷൻ കൊടുത്ത്. പ്രൊമോഷനോ, എന്ത്? അച്ഛൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അവളെന്നാണ് ഇപ്പോൾ ഗോവർദ്ധങ്ങൾ പറഞ്ഞിട്ട് പോയതെന്ന് പറയും. അപ്പോൾ വൈജയന്തി പോയിട്ട് ഇത് ഞാൻ ശരിയാക്കി തരാം, വിട്ടു കൊടുക്കില്ല ഞാൻ പറഞ്ഞിട്ട് പോയിട്ട് ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുകയാണ്. അപ്പോൾ അലീന ഫുഡും കൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ എടി നിൽക്കടെ എവിടെ എന്ന് പറയട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് നിൻ്റെ ഈ പോക്കിട്ടല്ലോ ഇന്നത്തെയും കൂടെ ഉള്ളൂ, ഈ ദിവസത്തോട് കൂടിയിട്ട് നിൻ്റെ അടുത്ത സേവനം ഞാൻ നിർത്താണ്, കാണിച്ച് തരാടി ഞാൻ വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോകുക. അപ്പോഴേക്കും ബബി ഓടിച്ചെന്നിട്ട് അമ്മ എങ്ങോട്ട് പോകുകയാണ്, പറയാൻ മനസ്സിലെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. അമ്മ എന്തിനാ എന്നോട് ചൂടാവുന്നതെന്ന് ചോദിക്കും. അല്ല, നീയൊക്കെ അച്ഛൻ്റെ തോന്നിയാസം കണ്ടിട്ട് മിണ്ടാതിരിക്കല്ലേ, നിങ്ങൾക്കൊക്കെ ചോദിച്ചൂടെ അച്ഛനോട്, പഴം പുഴുങ്ങി മക്കൾ എന്ന് പറഞ്ഞാണ്ട് അങ്ങോട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ അലീനയാണെന്നുണ്ടെങ്കിൽ ഫുഡും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്താ ഇവിടെ നടക്കുന്നതെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ വൈജയന്തി കാറെടുത്ത് പോകും. മുത്തശ്ശേരി അടുത്തേക്ക് അലീന ഇങ്ങനെ ചെല്ല് നിൽക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ വന്നിരുന്നല്ലേ, ഗോവർദ്ധൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു. മേഡം ദേഷ്യപ്പെട്ടു പോയാ, എവിടേക്ക് പോയി അറിയൂല. ആരോട് ദേഷ്യപ്പെട്ട്? എന്നോടും സാറിനോടും. അവൾക്ക് ഇത് എന്തിൻ്റെയാണ്, അവൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ എന്തിനാണ് ഇങ്ങനെ വെറുതെ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയട്ടെ. അതൊന്നും എനിക്കറിയില്ല, നിന്നോട് എന്തെങ്കിലും പറഞ്ഞു? എന്നെ വന്നിട്ട് എന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. എൻ്റെ ദൈവമേ, നീ അവൾ പറയണതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട, അത് കണക്കിലെടുക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അലീനനെ ആശ്വസിപ്പിക്കും. പിന്നെ കാണിക്കുന്നത് നേരെ കൊല്ലപ്പള്ളിയിലേക്ക് വരികയാണ് കേട്ടോ വൈജയന്തി. അപ്പോൾ ഹരിയാണെന്നുണ്ടെങ്കിൽ ഏതോ ഒരു പെണ്ണിനോട് ഫോൺ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ വൈജയന്തിനെ കാണുമ്പോൾ എഴുന്നേറ്റിരിക്കണം. നിനക്ക് ഇന്ന് ക്ലാസ് ഇല്ലേ എന്ന് പറയട്ടോ. ഇന്ന് ക്ലാസ് ഇല്ല, ഇന്ന് സമരമാണെന്ന് പറയട്ടോ. ക്ലാസ് ഉള്ള ദിവസം നീ പോകാത്ത ആളോടാണ് ഞാൻ ഈ ക്ലാസ് ഇല്ലാത്ത ദിവസം ചോദിക്കുന്നത്. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് എന്നൊക്കെ പറയൂട്ടോ. അയ്യോ ആൻറ്റി പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷേ സമരമുള്ള ദിവസം പോകാൻ എനിക്ക് നല്ല ഇൻട്രസ്റ്റാണ്. അമ്മയോ ചോദിക്കട്ടോ. അമ്മ അവിടെ ഉണ്ട്, ഒരു എരനെ കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ നിൽക്കുന്നുണ്ട്, വേഗം ചെല്ലുക ആൻറ്റി എന്ന് പറയട്ടോ. അങ്ങനെ വൈജയന്തി അകത്തേക്ക് പോകും. അപ്പോഴേക്കും പിന്നെ ഫോൺ ചെയ്യാൻ കേട്ടോ ഹരി. എന്നിട്ട് പറയുന്നുണ്ട് ഏതോ ഒരു പെണ്ണിനായിട്ട് പിണങ്ങാണ്, നീ എന്നെ സംശയിക്കില്ലേടി, എൻ്റെ പിന്നിൽ കൂടെ കുറേ പെണ്ണുങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ ഞാനതിലൊന്നും വീഴില്ല, ഞാൻ മുന്നികന്യകൻ ശൃംഗൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് ഡാൻസ് കളിക്കാൻ കേട്ടോ. മനുവിൻ്റെ പെങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയന്തി ഇങ്ങനെ കണ്ടിട്ട് കുറച്ച് സമയം നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തിനെ കാണുമ്പോൾ ഹായ് ആൻറ്റി എന്ന് പറയും കേട്ടോ. എന്നിട്ട് വേഗം തന്നെ വൈജയന്തിനെ എത്തിച്ചല്ലോ കേട്ടോ. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് കൊള്ളാലോടെ നിൻ്റെ ഡാൻസ് അടിപൊളിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, താങ്ക് യു ആൻറ്റി എന്ന് പറയും കേട്ടോ. എന്തായാലും കണ്ടിന്യൂ ചെയ്തോ, അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയിൽ നീ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ആ കുട്ടി പോകും. അതിനുശേഷം കമലയുടെ അടുത്തേക്ക് ചെല്ലാണ്ട് നീ ഇങ്ങോട്ട് വന്നതാണോ അതോ വേറെ എവിടെയെങ്കിലും പോകുന്ന വഴി കയറിയാണോ? ഞാൻ ഇങ്ങോട്ട് തന്നെയായിട്ട് വന്നതാണ് ഏടത്തി,
എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ഹോം നേഴ്സിനെ വേണം. ഓ ഹോം നേഴ്സോ, ഒരെണ്ണത് ഉള്ളത് പോരെ എന്ന് ചോദിക്കും കേട്ടോ. അവളെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതിന് ബാലേന്ദ്രൻ സമ്മതിക്കും. അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ഹോം നേഴ്സിന് വേണം, അല്ലെങ്കിൽ ആ വീട് എൻ്റെ കൈ വിട്ടു പോകും എന്ന് പറയട്ടോ. അതിനിപ്പോൾ എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ നമ്മളെ കമലയും വൈജയന്തിയും കൂടിയിട്ട് പറയുകയാണേ. അപ്പോൾ നമ്മളെ വൈജയന്തി പറയുന്നുണ്ട്, അതെ എല്ലാം കൈവിട്ട് പോയ നിലയിലാണ് നിൽക്കുന്നത്, എനിക്ക് എത്രയും പെട്ടെന്ന് അവൾ അവിടെ നോട്ടിക്കണം, അല്ലാണ്ട് എനിക്ക് സ്വസ്ഥതയും സമാധാനം കിട്ടില്ല. അതിനാണ് എനിക്കൊരു ഹോം നേഴ്സിനെ വേണം എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് എനിക്കൊരു ഹോം നേഴ്സിനെ വേണമെന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാം കേട്ടോ. വീഡിയോ പ്രമോല് ബാലേന്ദ്രൻ നമ്മൾ അനിയനോട് ചോദിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും ഇല്ലേ, നിനക്ക് അച്ഛനും അമ്മനെയും കാണണമെന്ന് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ, ആരെങ്കിലും ഒരാളെ നീ കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരാളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഭാഗം കാണിക്കുന്നുണ്ട് കേട്ടോ. അത്രയും ഇന്നത്തെ പ്രമോലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്